ഹായ് ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറേ നാൾ 2 ദിവസമായിട്ടുണ്ടോ ഞാൻ പ്രോപ്പറായിട്ടൊരു വീഡിയോ ഇട്ടിട്ട്. ഷോർട്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ലോങ് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സയൻസ് ആയിട്ടാണ്. സയൻസ് ഞാൻ അത്യാവശ്യം വീക്കാണ്. സോ സയൻസിൽ ഇപ്പോൾ ഞങ്ങളുടെ റെമഡിയൽ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. ക്രിസ്മസിനൊക്കെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. 24-ാം തീയതി 25-ാം തീയതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെക്കേഷൻ എന്ന് പറയാനായിട്ട്. പിന്നെ ഫുൾ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ എനിക്ക് ടെസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റിൻ്റെ മാർക്കൊക്കെയാണ് ഞാനീ കാണിക്കുന്നത്. ഫസ്റ്റ് ടെസ്റ്റിൽ എനിക്ക് 10ൽ 5 കിട്ടി. സെക്കൻഡ് ടെസ്റ്റിൽ എനിക്ക് 7.5 കിട്ടി. തേർഡ് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് 6.5 കിട്ടി. ആൻഡ് അവസാനം ഞങ്ങൾക്ക് ഇന്നൊരു ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് എനിക്ക് 20ൽ 14.5 കിട്ടി. പിന്നെ ഒരെണ്ണത്തിനകത്ത് അവിടെ 10ൽ 8 ഇട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെസ്റ്റിൻ്റെ മാർക്ക്. മെയിൻ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ സില്ലി മിസ്റ്റേക്സ് ആണ്. എനിക്ക് വലിയ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. ചെറിയ ക്വസ്റ്റ്യൻസിലൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്ക് വരുന്നത്. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ NCERT റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം പഠിക്കാനൊന്നും. അപ്പോൾ ഞാൻ ജസ്റ്റ് NCERT റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു NCERT റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡിൻ്റെ അത് വായിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അതും കൊണ്ടാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ ദിവസം ഞാനത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് എന്നത്തേതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ക്യാമറ ആംഗിളൊന്നും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കൊള്ളാമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ആദ്യം ഇതെടുത്തിട്ട് ഒന്നും കൂടെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കൊള്ളാവോ ഇല്ലയോ എന്ന്. ആൻഡ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ചാപ്റ്റർ ഇഷ്ടമാണ് അത്യാവശ്യം പഠിക്കാനൊക്കെ. അപ്പോൾ അതിനുശേഷം വേറൊരു ദിവസം അല്ല, ഇന്ന് രാവിലെ ഞാൻ 5 മണിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഓൾറെഡി നോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ നോട്ട് റിവൈസ് ചെയ്യാണ്. നോട്ട് റിവൈസ് ചെയ്തതിന് ശേഷം എനിക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കണം. സെക്കൻഡ് ചാപ്റ്ററിൽ ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് കുറച്ചൊരു പേജ് കണ്ട് എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഈ കെമിസ്ട്രിയും സയൻസും ഒന്ന് ഒതുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ടൈമിൽ ഓരോന്ന് എടുത്ത് വെച്ച് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഭയങ്കര ഇരുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും. അത്യാവശ്യം ഇരുട്ടുണ്ടായിരുന്നു. ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് ഇത്രയും മാത്രമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 5 മണിക്കാണല്ലോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ഇരുട്ടുണ്ടായിരുന്നു പുറത്ത്. എങ്കിലും എനിക്ക് ബുക്കൊക്കെ അത്യാവശ്യം വായിക്കാൻ പറ്റുന്ന ആ ഒരു വെളിച്ചമുണ്ടായിരുന്നു. എങ്കിലും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല കൊതുകുണ്ടായിരുന്നു. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റും ഫാനും ഒന്നും ഈ ടൈമിൽ ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. അകത്ത് പോയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് വരെ എന്തെങ്കിലും എനിക്ക് അകത്തുനിന്ന് പഠിക്കേണ്ടി വരും. പുതിയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം എനിക്ക് ബാൽക്കണിയിൽ ഇരുന്ന് പഠിക്കാനായിട്ട്. അതുവരെ ഇനി ഡൈനിങ് ടേബിളായിരിക്കും. ഡൈനിങ് ടേബിളിൽ കുഴപ്പമില്ല, പഠിക്കാനൊക്കെ അത്യാവശ്യം നല്ല സുഖമാണ്. എൻ്റെ മാക്സിമം ഓഫ് ദ സിലബസ് എനിക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് ഇനി സാമ്പിൾ പേപ്പറോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് കെമിസ്ട്രിയിൽ അത്യാവശ്യം ക്ലാരിറ്റി വന്നിട്ടുണ്ട്. മാഡം പഠിപ്പിച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എനിക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ഞങ്ങളെ കൊണ്ടൊരു സാമ്പിൾ പേപ്പറൊക്കെ സോൾവ് ചെയ്യിപ്പിച്ചു. അതിനകത്തുനിന്ന് എനിക്ക് മിക്ക ക്വസ്റ്റ്യൻസും MCQയിൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. 20ൽ എനിക്ക് 16 എണ്ണം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ MCQയിൽ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ആ സമയത്ത് ഞാൻ പറയുന്ന ആൻസേഴ്സൊക്കെ കറക്റ്റാകുന്നുണ്ട്, കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഉള്ളത് എനിക്ക് ഫിസിക്സിലെ ഇലക്ട്രിസിറ്റിയിലാണ് നോക്കേണ്ടത്. കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. ഇലക്ട്രിസിറ്റി ഞാൻ കുറച്ചും കൂടെ നോക്കി അതിനെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നൊരു ചാപ്റ്ററായിരുന്നു. കാരണം മാഡം ലാസ്റ്റ് പഠിപ്പിച്ചപ്പോൾ കൂടി എനിക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്ത് കുറച്ചും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി എനിക്ക് ഏകദേശം എല്ലാം സെറ്റാവും. അപ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കമൻസിൽ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, പേപ്പർ ഇടണേന്ന്, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യണേന്ന്. അപ്പോൾ ഏതിൻ്റെ പേപ്പർ വേണം എന്ന് പറയുകയാണെങ്കിൽ അതെൻ്റെ ഷെയർ ചെയ്യാം. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഓൾറെഡി ഞാൻ നല്ല ബിസിയാണ്. ഈയിടെയായിട്ട് പഠിത്തവും വീഡിയോ ഷൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെനിക്ക് പറ്റുമെന്നറിയില്ലെങ്കിൽ ഞാൻ നോക്കാം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യാം. 2 സബ്ജക്റ്റ് കൂടുതൽ എനിക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ ഞാൻ നോക്കാം. നിങ്ങളെന്തായാലും ഏതാ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോഴേക്കും അത് ചെയ്യാം. പിന്നെ ഇത് പിറ്റേ ദിവസത്തെയാണ്. പിറ്റേ ദിവസം ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് കാണിക്കുന്നത്.
ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം രാവിലെ 5 മണിക്കാണ് എഴുന്നിട്ടുണ്ടായിരുന്നത്. 5 മണിക്ക് എഴുന്നിട്ട് അത്യാവശ്യം പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.